എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ്. മെക്കാനിക്കൽ സ്കിൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ വാഹനങ്ങൾക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, റെഗുലർ സർവീസ് എങ്ങനെ ചെയ്യാം, എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും സമയങ്ങളാണ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടാറ്റ ബോൾട്ടാണ്. ഇതിൻ്റെ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഭയങ്കര ഹമ്മിങ് നോയ്സാണ്, ഭയങ്കര മുഴക്കമാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം റിയർ റൈറ്റ് വീൽ ബാറിങ് പോയതാണ്. ഇതിൻ്റെ നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ഹമ്മിങ് നോയ്സാണെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഓടിച്ച് നോക്കി, പുറകിൽ നിന്ന് നല്ല സൗണ്ടുണ്ട്. റിയർ റൈറ്റ് വീൽ സൈഡിൽ നിന്നാണ് വരണത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വീൽ ബെയറിംഗ് പോയിരിക്കുകയാണ്. ABS ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ വീൽ ബെയറിംഗ് എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം ബ്രേക്ക് ഡം അഴിച്ചെടുത്തു. ABS ഉള്ള മോഡലാണ്. പക്ഷേ ABS പുറകിലെ വീൽ ബെയറിംഗ് വ്യത്യാസമില്ല, സാധാരണ ബെയറിംഗ് തന്നെ സൂട്ടാവുന്നതാണ്. ഫ്രണ്ടിലാണ് വ്യത്യാസം വരുന്നത്. ABSൻ്റെ സെൻസ് ചെയ്യാനുള്ള വീല് ആ ഡ്രമ്മിൻ്റെ മുകളിൽ വരുന്നത്. നമ്മൾ അതൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ബെയറിങ്ങിൻ്റെ മേളിൽ വരുന്ന ലോക്ക് അഴിച്ചെടുത്തിട്ട് നമുക്ക് ബെയറിങ് എടുക്കാം. ബെയറിങ്ങിൻ്റെ മേളിൽ വരുന്ന സർക്ലിപ്പ് നമ്മൾ അഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വീൽ ബെയറിങ് മാറ്റുന്നത് ഹൈഡ്രോളിക് ലൈറ്റ് പ്രസ്സിങ്ങിലാണ്. കാരണം നമ്മൾ ചുറ്റിയൊക്കെട്ട് അടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ബെയറിങ് ലൈഫ് കിട്ടില്ല, പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഹൈഡ്രോളിക് ലൈറ്റിൽ നിന്നാകുമ്പം ഹൈഡ്രോളിക് പ്രസ് ചെയ്താൽ അത് അതിൻ്റേതായ രീതിയിൽ കറക്റ്റ് സീറ്റിങ്ങിൽ നമുക്ക് കിട്ടും. വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അപ്പോൾ നമ്മളത് പഴയ ബെയറിങ് നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിൽ നിന്ന് ഊരിയെടുക്കുവാണ്, അഴിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ പിസ്റ്റൺ വെച്ച് അഴിച്ചെടുത്തിട്ട് പഴയത് മാറ്റിയിട്ട് വേണം ഇനിയിപ്പോൾ പുതിയത് ഇതുപോലെ തന്നെ ഹൈഡ്രോളിക്കിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാനായിട്ട്. ആ ലെയ്ത്തിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ പഴയ ബെയറിങ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ആ പഴയ ബെയറിങ്. ബെയറിങ് നമ്മൾ കഴിവതും ഒറിജിനൽ OE ബെയറിങ് തന്നെ ഉപയോഗിക്കുക. FAG, SKF അതൊക്കെയാണ് കൂടുതലും ഫാക്ടറി ഫിറ്റിങ് OE ഫിറ്റ്മെൻറ്റ് വരണത്. കൂടുതലും FAG ഒക്കെ നല്ല ബെയറിങ്ങാണ്. അപ്പോൾ ഞാൻ FAG ബെയറിങ്ങാണ് മേടിച്ചിരിക്കുന്നത്. അത് നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഡ്രമ്മിൻ്റെ താഴെ ഒരു സപ്പോർട്ടിങ് വെച്ചിട്ട്, ഒരു സ്പേസർ വെച്ചിട്ട് അതിന് മുകളിൽ ഡ്രം വെച്ചിട്ടാണ് നമ്മൾ ആ ബെയറിങ്, പുതിയ ബെയറിങ് മേളിൽ വെച്ചിട്ട് ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ബെയറിങ് ഇടാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക്കിൽ തന്നെയാണ് ഇപ്പോൾ ബെയറിങ് പ്രസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുതിയ ബെയറിങ് വെച്ചിട്ട് നമുക്ക് ആ സ്പേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ബെയറിങ്ങിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു സ്പേസിൻ്റെ കഷ്ണം വെച്ചിട്ട് നമ്മൾ ആ പിസ്റ്റൺ ലോഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യണത്. അതാകുമ്പോൾ വേറെ ഡാമേജ് ഒന്നും വരാതെ കറക്റ്റ് സീറ്റിങ്ങിൽ നമുക്ക് ബെയറിങ് പ്രസ് ചെയ്ത് കിട്ടും. ബെയറിങ് നമ്മൾ കറക്റ്റ് സീറ്റിങ്ങിൽ പ്രസ്സിന് ശേഷം നമുക്ക് സ്പേസർ മാറ്റിയിട്ട് നമുക്ക് സർക്ലിപ്പ് വീണ്ടും തിരിച്ചിട്ടിട്ട് ലോക്ക് ചെയ്യണം. ഇനി നമ്മൾ ആ ബെയറിങ്ങിൻ്റെ മുകളിൽ സർക്കിളിൽ ഇട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബെയറിങ് സ്റ്റോപ്പറായിട്ട് അവിടെ ഇരുന്നോളും. പുതിയ ബെയറിങ് നമ്മൾ ലൈറ്റിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രമ്മ് തിരിച്ച് പിടിപ്പിക്കാം. ആ ഷൂവും ഡ്രമ്മൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ റിയർ ആക്സിലിൻ്റെ ഹബ്ബിലേക്ക് ഡ്രമ്മ് തിരിച്ച് പിടിപ്പിക്കുകയാണ്. ആക്സിലിനിട്ട് മുറുക്കി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ വീല് ഫിറ്റ് ചെയ്ത് താഴോട്ട് ഇറക്കിയാൽ മതി. നമ്മൾ ബ്രേക്ക് ഡ്രമ്മിൻ്റെ നെറ്റ് മുറുക്കി കഴിഞ്ഞു. മുറുക്കിയതിന് ശേഷം നെറ്റിൻ്റെ മുകളിൽ ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് നമ്മൾ
അടിച്ചൊന്ന് ലോക്ക് ചെയ്യണം, ഊരിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിൻ്റെ ഡ്രമ്മിൻ്റെ ഗ്രീസ് കപ്പുണ്ട്, ആ ഗ്രീസ് കപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീൽ ഫിറ്റ് ചെയ്ത് താഴേക്ക് ഇറക്കാം. ഇനി നമ്മൾ വീല് പിടിപ്പിച്ച് നെട്ടിട്ട് മുറുക്കിയതിന് ശേഷം വാഹനം ജാക്കിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് ഒന്നുകൂടെ വീല് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ബെയറിംഗ് ഫിറ്റ്മെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇപ്പം കാറ് ഞാൻ ഓടിച്ചു നോക്കി, ഇപ്പം നല്ല സ്മൂത്തായിട്ടുണ്ട്. ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ സ്മൂത്തായിട്ടുണ്ട്, വേറെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ വെള്ളക്കെട്ടിൽ കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ കൂടുതലും വെള്ളമൊക്കെ കയറുമ്പോഴാണ് ബെയറിംഗ് പെട്ടെന്ന് ചീത്തയായി പോണത്. അപ്പോൾ കഴിവതും ബെയറിംഗ് മാറ്റുമ്പോൾ നല്ല ബെയറിംഗ് തന്നെ ഇടുക, ഓരി ബെയറിംഗ് ഇടുക. കാരണം ബെയറിങ്ങിൽ തന്നെ 2 സൈഡും സീൽഡ് വരുന്നുണ്ട്. എന്നാലും കൂടുതൽ വെള്ളത്തിൽ കിടന്ന ബെയറിങ്ങിനകത്ത് വെള്ളം കയറും. ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് തിരിച്ചു വരാം. താങ്ക് യു ഫ്രണ്ട്സ്.